السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സജ്ദ സൂറത്ത് പാരായണം ചെയ്യുന്ന രൂപമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിലെ 12, 13, 14 എന്നീ 3 ആയത്തുകൾ നമുക്ക് പഠിക്കാം. ആദ്യം ഈ 3 ആയത്തുകളും നമുക്കൊന്ന് പാരായണം ചെയ്യാം. ശേഷം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാം. അവസാനമായി സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. എല്ലാവരും സജ്ദ സൂറത്തിലെ 12ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. ഇനി ഈ ആയത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. വലൗ തറാ, ആദ്യത്തെ ഹർഫ് വാവാണല്ലോ. വാവ് ഉച്ചരിക്കുമ്പോൾ നടുഭാഗം ഒരൽപ്പം വിടവോടുകൂടെ ആയിരിക്കണം ഹറക്കത്തുള്ള വാവ് ഉച്ചരിക്കുമ്പോൾ എന്ന് മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. വലൗ തറോ, ത തർക്കീഖാണ്, റോ തഫ്ഖീമാണ്. തറോ വലൗ തറോ ഇദ്, ഇ ഹംസ വന്നു. മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി മദ്ദ് ചെയ്യണം, നീട്ടിയാണ് ഓതേണ്ടത്. വലൗ തറാ ഇദിൽ മുജ്രിമൂൻ. ഇദ് ദാലാണ്, ദാലായി പോകാൻ പാടില്ല. ഇദിൽ മുജ്രിമൂൻ, മുജ്രിമൂൻ ജീം. ഖൽഖല എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് സ്വഭാവ വിശേഷണം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് ജീം. അജ്, ഈ 5 ഹർഫുകൾക്കാണ് ഖൽഖല ചലനശബ്ദം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷണം നൽകിക്കൊണ്ട് മൊഴിയേണ്ട ഹർഫുകൾ. ഇവിടെ ജീമാണല്ലോ, അതുകൊണ്ട് തന്നെ മുജ്രിമൂൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ചിലരൊക്കെ ഓതുന്നത് പോലെ, പാരായണം ചെയ്യുന്നത് പോലെ മുജ്രിമൂൻ എന്നല്ല,
മുജ്രിമൂൻ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം നാകിസൂ റൂസിഹിം സീൻ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇൻദ റബ്ബിഹിം റൂസിഹിം ഇൻദ റബ്ബിഹിം ഇവിടെയൊക്കെ ഹാ വന്നു. അവ്യക്തമായി പോകാൻ പാടില്ല. റൂസിഹിം അങ്ങനെ ഉച്ചരിച്ചാൽ പോരാ. ഇൻദ റബ്ബിഹിം റബ്ബിഹിം ഹാ ഇല്ലാത്തതുപോലെ അല്ല മൊഴിയേണ്ടത്. ഹാ വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. റൂസിഹിം ഇൻദ റബ്ബിഹിം ഇൻദ ഐനാണ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇന്ദ എന്ന് ഹംസയായല്ല മൊഴിയേണ്ടത്. ഇൻദ അവിടെ മണിക്കുകയും ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ദാലാണ് ഇഖ്ഫാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ റബ്ബനാ അബ്സർനാ റബ്ബനാ നൂനിന് ശേഷം ഇവിടെ അലിഫ് വന്നു, ശേഷം ഹംസയാണ് വന്നത്. മദ്ദിയായ അലിഫിന് ശേഷം ഹംസ വന്നാൽ ധാരാളം നീട്ടണം, മദ്ദു ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. റബ്ബനാ അബ്സർനാ അബ് ഇവിടെ ബാ ആണ്. ബായിൽ ഖൽഖല എന്ന് പറയുന്ന ആ സിഫത്ത് കൊടുക്കുകയും ചെയ്യണം. അബ്സർനാ അബ്സ സാദാണ്. സാദ് അബ്സർന എന്ന് സീനായല്ല ഓതേണ്ടത്. അബ്സർന വസമിഅന വസമിഅ ഐൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഫർജിഅന ഫർജിഅ അവിടെയും ഐൻ വന്നു. നഅമൽ അവിടെയും ഐൻ വന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണം. അ ഐ ഉ ഇങ്ങനെ ഐന് ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് തന്നെ പരിശീലിച്ചു പഠിക്കണം. وسمعنا فرجعنا نعمل صالحا نعمل صادنا صالحا صالحا ح ح ها ആയി പോകാൻ പാടില്ല. نعمل صالحا إنا صالحا ഹാ ഇന് തൻവീനാണ്, ശേഷം ഹംസ വന്നു, ഇൽഹാർ ചെയ്യണം. صالحا إنا موقنون ഇന്ന ഇവിടെ ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം, ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്നാ മൂഖിനൂൻ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ മൂഖി ഖാഫാണ്, കാഫായി പോകാനും പാടില്ല. അടുത്ത ആയത്ത് വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലൗ ശിഅനാ വലൗ വാവ് മുമ്പുള്ള ആയത്തിൽ നാം സൂചിപ്പിച്ചതാണല്ലോ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വലൗ ശിഅനാ ഹംസ വന്നു. ഇവിടെ പലരും എന്ന് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് വലൗ ഷിഇന എന്ന് ഹംസയിൽ ഖൽഖല കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഖൽഖല കൊടുത്തുകൊണ്ടല്ല ഓതേണ്ടത്. വലൗ ഷിഇന ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ കുല്ല നഫ്സിൻ നഫ്സിൻ ഹുദാഹ രണ്ട് ഹാകളും വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. വലാകിൻ ഹഖൽ ഖൗൽ വലാകിൻ ഹ ആണ്, ഹ ആയി പോകാൻ പാടില്ല. ഹഖ ഖാഫാണ്, ഖാഫായി തന്നെ മൊഴിയണം. മറ്റൊന്ന് അൽ ഖൗൽ ഖ അവിടെയും ഖാഫായി തന്നെ മൊഴിയണം. ഹഖ അൽ ഖൗൽ ഈ രണ്ട് പദങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും
കാഫായാണ് ഉച്ചരിക്കാറുള്ളത്, അത് പിഴവാണ്. വലാകിൻ ഹഖൽ ഖൗൽ, വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നം. മിന്നി ഷദ്ദുള്ള നൂനാണ് മണിക്കണം. ലഅംലഅന്ന അവിടെയും മണിക്കണം. ജഹന്നം അവിടെയും പ്രത്യേകിച്ച് മണിക്കേണ്ടതാണ്. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്ന അവിടെയും മണിക്കണം. വന്നാസ് അവിടെയും മണിക്കണം. ഈ ആയത്തിലും മുമ്പുള്ള ചില ആയത്തുകളെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഉന്നത്തുകൾ അടുത്തു വന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മണിക്കേണ്ട സ്ഥലങ്ങളിലും മണിച്ചുകൊണ്ട് തന്നെ ഓതണം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏതൊരു പദത്തിലാണ് മണിക്കേണ്ടത്, ഏതൊരു പദത്തിലാണ് ഇൽഹാർ ചെയ്യേണ്ടത്, ഏതൊരു പദത്തിലാണ് മദ്ദ് ചെയ്തുകൊണ്ട് ഓതേണ്ടത്, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ആ പദങ്ങൾ ധാരാളം തവണ ആവർത്തിച്ചു പറഞ്ഞു പരിശീലിക്കുകയും ഓതുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഖിറാത്ത് വളരെ പെട്ടെന്ന് നല്ല തെറ്റില്ലാതെ നല്ല രൂപത്തിൽ ഓതാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജീമിൽ ഖൽഖല നൽകിക്കൊണ്ട് ഇങ്ങനെയാണ് ഓതേണ്ടത്, അല്ലാതെ അജ്മഈൻ എന്നല്ല. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അടുത്ത ആയത്ത് فذوقوا بما نسيتم لقاء يومكم هذا. فذوقوا ഫദൂ ദാലാണ്, ദാലായി പോകാൻ പാടില്ല. ഫദൂഖു കാഫാണ്, കാഫായി പോകാനും പാടില്ല. ബിമാ നസീതും, ബിമാ നസീ സീൻ, ബിമാ നസീതും ലിഖാഅ ഇങ്ങനെ ധാരാളം മദ്ദ് ചെയ്തു കൊണ്ടുപോകണം. ലിഖാഅ കാരണം മദ്ദിയായ അലിഫിന് ശേഷം ഹംസ വന്നു, അതും ഒരു പദത്തിലാണ്, ചേർന്നുകൊണ്ടാണ്. ഇങ്ങനെ വന്നാൽ ആ മദ്ദിൻ്റെ പേര് മദ് മുത്തസിൽ എന്നാണ്. നന്നായി മദ് ചെയ്യണം. 3 അലിഫിൻ്റെ ഖദ്ർ അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദ്ർ നീട്ടിയാണ് നാം ഓതേണ്ടത്. ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ മിതമായ രൂപത്തിൽ കൈവിരലുകൾ മടക്കി നിവർത്തുന്ന ഒരു സമയമാണ് തോതാണ്. ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ 2 ഹറക്കത്ത്. മദ് മുത്തസിൽ, മദ് മുൻഫസിൽ ഇങ്ങനെയുള്ള മദ്ദുകളിലൊക്കെ 3 അലിഫിൻ്റെ ഖദ്റോ അല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദ്റോ നീട്ടിയാണ് നാം ഓതേണ്ടത്. അഥവാ 6 ഹറക്കത്ത് അല്ലെങ്കിൽ 7 ഹറക്കത്ത് ഇങ്ങനെ നന്നായി മദ്ദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഈ പദത്തിലും ഈ പദത്തിലും മദ് മുത്തസിൽ അഥവാ നന്നായി മദ്ദ് ചെയ്തുകൊണ്ട് 3 അലിഫിൻ്റെയോ 3.5 അലിഫിൻ്റെയോ ഖദ്ർ നീട്ടിയാണ് നാം ഓതേണ്ടത്. لقاء يومكم هذا. يومكم هذا ഈ ഹാവും അവ്യക്തമായി പോകാൻ പാടില്ല. هذا إن ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. അങ്ങനെ മദ്ദ് ചെയ്യണം എന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു മദ്ദിൻ്റെ അടയാളവും എഴുതി കൊടുത്തതായി നമുക്ക് കാണാം. ഇന്ന ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കുക. ഇന്ന നസീനാകും, നസീനാകും. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون.
വദൂഖു, വദൂ ദാലാണ്, വദൂഖു ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. അദാബ ഐനാണ്, അദാബൽ ഖുൽദി ഖാ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ബിമാ കുന്തും അവിടെ മണിക്കണം. ബിമാ കുന്തും ഐൻ തഅമലൂൻ. വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ. ഇനി ഈ 3 ആയത്തുകളും നമുക്ക് സംഘമായി ഓതി പരിശീലിക്കാം. മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതി പഠിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.